ഹലോ എവ്രിബഡി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ടുഡേ ഇന്നൊരു വെനസ്ഡേ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൾക്ക് എന്താ ജോലിയൊന്നുമില്ലേ? എനിക്ക് ജോലിയുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് എനിക്കൊരു തോന്നൽ. അപ്പോൾ ആ തോന്നൽ അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കിയാലോ? ഓ, ഞാൻ തോന്നൽ പറഞ്ഞില്ല അല്ലേ? ഓക്കെ, എൻ്റെ തോന്നൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, what the heck am I doing with my life? യാ, എക്സാക്ട്ലി. ഈ തോന്നൽ പലർക്കും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് എനിക്കത് ഭയങ്കര ഒരു പീക്കിലെത്തി. അപ്പം ഞാൻ വിചാരിച്ചു പുറത്തൊക്കെ പോയി നടന്ന് നമ്മുടെ മോട്ടിവേഷനൊക്കെ അങ്ങോട്ട് കൂട്ടാമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്ത് പോവാണ്. അതും എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടിലേക്കാണ്. ഞാൻ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഏതാണെന്ന് പറഞ്ഞില്ല അല്ലേ? ഓക്കെ, ദിസ് യൂസ് ടു ബി മൈ റെഗുലർ വിസിറ്റ് സ്പോട്ട് വെൻ ഐ കെയിം ടു US. ഞാൻ സിയാറ്റിലേക്ക് വന്നപ്പോൾ ടൈമിൽ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്തിരുന്ന പ്ലേസാണ്. ഞങ്ങളുടെ പഴയ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്തായിരുന്നു ഈ എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. ഇത്രയും ക്ലൂ തന്നു കേട്ടോ. ഇനി നിങ്ങൾക്കത് ഗസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളുടെ ഉറപ്പായിട്ട് ഞാൻ പറയില്ല. കാരണം എന്നെ നിങ്ങൾക്ക് അറിയില്ലല്ലോ, നമ്മൾ പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ. നമുക്കങ്ങനെ പൈക്സ് പ്ലേസിലേക്ക് നടന്ന് പോവാം കേട്ടോ. അപ്പോൾ ഈ ബ്രിഡ്ജ് എൻ്റെ ഫ്ലാറ്റും അതുപോലെ തന്നെ നമ്മുടെ മൈറ്റൽ എഡ്വേർഡ്സ് പാർക്കും, അതായത് വാട്ടർ ഫ്രണ്ട് പാർക്ക് കേട്ടോ, അതും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണിത്. ഇതിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പേസ് നീഡിൽ കാണാം. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡ് കാണാം, വേറെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ നടന്ന് പോവാം. ഈ നടക്കുന്ന വഴി ഒരുപാട് പേരെ ഞാൻ കണ്ടു കേട്ടോ. അതായത് നടക്കാൻ വരുന്ന ഓരോ ജോഗിങ്ങിന് വരുന്ന ആൾക്കാർ എല്ലാവരും ഞാൻ ഈ ക്യാമറയും പിടിച്ച് നടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് പ്രാന്താണോ കൊച്ചി എന്നുള്ളൊരു നോട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇത് നോർമലാണ് കേട്ടോ. എല്ലാവരും ഓൾമോസ്റ്റ് വ്ളോഗ് ചെയ്യുന്നതും വീഡിയോസ് എടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇത് ഇത്ര വലിയ സീനുള്ള കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ വ്യൂ നോക്കി. എന്തായാലും നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കല്ലേ, അപ്പം നമുക്ക് സംസാരിച്ചങ്ങൾ നടന്നു പോയാലോ? ഓക്കെ, ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദിസ് ഇസ് കോൾഡ് ദ വാട്ടർ ഫ്രണ്ട് പാർക്ക്. ഇവിടെ ആൾക്കാർ ജോഗിങ്ങിന് വരാറുണ്ട്, ഒരു പണിയില്ലാത്തപ്പോൾ അട്ട നോക്കിയിരിക്കാൻ വരാറുണ്ട്. എസ്പെഷ്യലി എന്നെ പോലത്തെ ആൾക്കാരൊക്കെ പണ്ട് വരാറുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് കുറച്ച് നാളായിട്ട് സമയമൊന്നും കിട്ടാറില്ല. പക്ഷേ ഇടയ്ക്ക് ഞാൻ ജോഗിങ്ങിനൊക്കെ വരാറുണ്ട് ഇവിടെ. ഇറ്റ് ഫീൽസ് റിയലി ഗുഡ്, യുനോ. നമ്മൾ ഒറ്റയ്ക്കായിരിക്കില്ല ജോഗ് ചെയ്യുക, കുറേ ഗ്രൂപ്പായിട്ട് വരുന്ന ആൾക്കാരുണ്ടായിരിക്കും അങ്ങനെ. സോ ഞാൻ ഇപ്പോൾ പോകാൻ ഉദ്ദേശിച്ച പ്ലേസിലേക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്കിത് കൂടെയാണ് കേട്ടോ പോകാൻ പറ്റുക. അപ്പോൾ ഐ തോട്ട് നമുക്ക് നല്ല വ്യൂസൊക്കെ കണ്ട് പതുക്കെ നടന്ന് പോകാമെന്ന്. എന്തായാലും ഇന്ന് വൈകുന്നേരം വരെ ഒരു പണിയില്ലല്ലോ. ക്ലാസ്സും കട്ടടിച്ച് അല്ല സോറി ജോലിയും കട്ടടിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇതേ നമ്മൾ നടന്നെത്തുന്ന ഒരു സ്പോട്ടാണ് ഈ പോക്കറ്റ് ബീച്ച്. അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ. ഇങ്ങനെ ലോഗ്സ് ഒക്കെ കിടന്ന് നമ്മൾ ഈ ഫോട്ടോഷൂട്ട്സിലൊക്കെ കാണില്ല, ഇങ്ങനെ ലോഗ്സ്, അതിൻ്റെ മുകളിലിരുന്ന ആൾക്കാർ ഫോട്ടോസ് എടുക്കുക, ബീച്ച് വ്യൂസ് ഒക്കെ കാണാം. ഓക്കെ, ഇതെൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് സ്പോട്ടുണ്ടോ. ഇനി ബാക്കി ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോ. സോ ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. മുന്നേ ഞാൻ ഈവനിങ് പഴയ അപ്പാർട്ട്മെൻറ്റിൽ, ഇപ്പോഴത്തെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ജോഗിങ്ങോ അല്ലെങ്കിൽ നടക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ സൺസെറ്റ് കാണാനൊക്കെ വന്നിരിക്കും. സോ ഇറ്റ്സ് ലൈക്ക് റിയലി ബ്യൂട്ടിഫുൾ ടു വാച്ച് സൺസെറ്റ് ഫ്രം ഹിയർ യൂഷ്വലി, ബട്ട് ഇറ്റ്സ് ക്ലൗഡി ടുഡേ. സോ ഐ ഹോപ്പ് ഐ കുഡ് ടേക്ക് എ വീഡിയോ വെൻ ഇറ്റ്സ് ആക്ച്വലി സണ്ണി. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ പിയേഴ്സിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇവിടെ വാട്ടർ ഫ്രണ്ടിൽ പിയർ 1, പിയർ 2, പിയർ 3 അങ്ങനെ ഒരുപാട് പിയേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരിക്കും, ഇവിടെ കുറേ മ്യൂസിയംസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടാവും. ഇത് എക്കോ ആണ് കേട്ടോ. ഈ സ്കൾപ്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് ജോമ പ്ലൻസ പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ്. ഇതേ വീണ്ടും നടന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു അടിപൊളി സ്കൾപ്ചർ കാണാം കേട്ടോ. ദിസ് ഇസ് നോൺ ആസ് ദി ഫാദർ ആൻഡ് സൺ. ഇതിന് ഒരുപാട് മീനിങ് ഉണ്ട് കേട്ടോ. ആ മീനിങ് ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ടായി അറ്റാച്ച് ചെയ്യാം, നിങ്ങളിങ്ങോട്ട് വായിക്കേ. ഞാനിവിടെ വന്നു കഴിഞ്ഞ് പഠിച്ചൊരു സാധനം കേട്ടോ. നമ്മൾ എപ്പോൾ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആ ബട്ടൺ പ്രസ് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ടൈമർ ഉണ്ടാകും റോഡ് ക്രോസ് ചെയ്യാൻ. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യും. എനിക്കിങ്ങനെ വാട്ടർ ഫ്രണ്ട് ഒക്കെ ഇഷ്ടമായോ? ആക്ച്വലി ഞാൻ കുറച്ചും കൂടി വാട്ടർ ഫ്രണ്ട് കാണിച്ചു തരാൻ വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ മാപ്പ് പറഞ്ഞു നമ്മൾ ഇനിയും വാട്ടർ ഫ്രണ്ട് കൂടെ പോവുകയാണെങ്കിൽ നീ ഒരുപാട് കറങ്ങിയിട്ട് വേണ്ടി വരും പൈക്സ് പ്ലേസിലേക്ക് പോകാൻ. യെസ്, നമ്മൾ ഇന്ന് പൈക്സ് പ്ലേസിലേക്കാണ് കേട്ടോ പോകുന്നത്.
അപ്പോൾ ആക്ച്വലി ഇത് കൂടെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ടേൺ എടുത്തത്. എനിക്കിങ്ങനെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ റോഡൊക്കെ നോക്കിയാൽ 2 സൈഡിലും ട്രീസൊക്കെ ആയിട്ട് ഫുൾ ആ റോഡിനെ കവർ ചെയ്ത് ഒരു ആർച്ച് പോലെയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഫീലാണിത് കാണാൻ. ഇടയ്ക്ക് ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് ബാംഗ്ലൂർ ഇങ്ങനത്തെ കുറേ റോഡുകളൊക്കെ അല്ലേ. അതെ, ഇത് വാട്ടർ ഫ്രണ്ടിനോട് നമുക്ക് പാരലായി നടക്കുന്ന റോഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ചില സ്പോട്ടിൽ നമുക്ക് വാട്ടർ ഫ്രണ്ടിലെ ആർട്ടിഫാക്ട്സ് ഒക്കെ ഇതുവഴി കാണാൻ പറ്റും. ഇങ്ങനത്തെ ഓരോ പെയിൻറ്റിങ്സൊക്കെ ഇവിടെ അവിടെ ഇവിടെയായിട്ടൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതേ വീണ്ടും ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ നല്ല ശീലങ്ങളൊക്കെ പഠിച്ച് ഞാൻ നാട്ടിൽ പോയി എങ്ങനെ അലമ്പായി ക്രോസ് ചെയ്യും ഗൈസ്. Walk sign is on. Crossing Elliott Way. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ഓഡിയോയും കൂടി അവരിടും കേട്ടോ. വാക്ക് സൈൻ ഓണായി എന്ന് പറയും. അപ്പോൾ ഇത് മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ വാക്ക് സൈൻ ഓണായി കഴിഞ്ഞാൽ ഈ ഓഡിയോ വെച്ചിട്ട് അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഒരു റോഡ് ക്രോസ് ചെയ്യാനൊക്കെ. അയ്യോ ദേ നമ്മൾ എത്തി കേട്ടോ പൈക്സ് പ്ലേസ്, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമ്മളിതേ മെയിൻ എൻട്രൻസ് വഴി, ഇത് മെയിൻ എൻട്രൻസ് അല്ല കേട്ടോ, ഓക്കെ ഒരു സൈഡ് എൻട്രൻസ് ആണ്, പക്ഷേ നമുക്ക് ഇതുവഴി കയറുമ്പോൾ തന്നെ കുറേ പെയിൻറ്റിങ്സ് അതുപോലെ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ട് ഇങ്ങനെ പല ഹാൻഡിക്രാഫ്റ്റ് സ്റ്റോറുകളും രാവിലെ തന്നെ ആ മേക്കേഴ്സും അതായത് ആർട്ടിസ്റ്റുകൾ അവരുടെ ഈ സ്റ്റോർ ഓപ്പൺ ആക്കി അവരുടെ സാധനങ്ങളൊക്കെ വിൽക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ക്യൂട്ട് ഫ്ലവേഴ്സ് ലവേഴ്സിനോ ഫ്രണ്ട്സിനോ ആർക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം, നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. പിന്നെ പൈക്സ് പ്ലേസ് ഈസ് ഫേമസ് ഫോർ സീ ഫുഡ്. അപ്പോൾ ദേ സീ ഫുഡ് കാണിക്കാതെ എങ്ങനെയാണ് ഞാൻ നിങ്ങൾ ഈ പൈക്സ് പ്ലേസ് കാണിക്കാൻ കൊണ്ടുപോയി എന്ന് പറയാം. ദേ അടിപൊളി സീ ഫുഡും കണ്ടോളൂ. ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള എല്ലാ സീ ഫുഡും കിട്ടും കേട്ടോ. ദേ അവിടെയുള്ള ചേട്ടൻ എനിക്കൊരു സ്മോക്ക് സാൽമണും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചു നോക്കിയ അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ടും പൈക്സ് പ്ലേസിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. ആൾക്കാർ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും സാധനങ്ങൾ ട്രൈ ചെയ്യാനും വാങ്ങിക്കാനും ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഇവിടുത്തെ ഈ ലൈറ്റിങ്സും സാധനങ്ങൾ വെച്ച ഭംഗിയും ഒക്കെ നോക്കി നടക്കലായിരുന്നു എൻ്റെ പണി. ഈ ടീഷർട്ട്സൊക്കെ നോക്കിയേ, ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നുണ്ടായിരിക്കും, പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. ഹോം മെയ്ഡായിട്ടുള്ള പാസ്താസ്. ഇവിടെ ആക്ച്വലി ഞാൻ വരുന്നത് വേറൊരു കാര്യത്തിനും കൂടിയാണ് കേട്ടോ. അതിപ്പോൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഇത് ഹോം മെയ്ഡായിട്ടുള്ള ഓരോ സോസസ് ആണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇത് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ ഇവിടുന്ന് ഒരു പ്രാവശ്യം പോലും പോയിട്ടില്ല. പിന്നെ സീ ഫുഡ്. ഇവിടുന്ന് ഞാൻ ആക്ച്വലി സീ ഫുഡ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ, പക്ഷേ ഇവിടെ ഇങ്ങനെ സീ ഫുഡ് ഇരിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി പിങ്ക് കളറിലുള്ള ഫിഷുകളുണ്ടല്ലോ ഇരിക്കുന്നത് കാണുമ്പോൾ ദൈവമേ ഞാൻ വിചാരിക്കും അയ്യോയ്യോ ബാക്കി ടോപ്പിക്സ് ഒക്കെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാൻ. ദ പൈക്സ് പ്ലേസിലെ ഫേമസ് ഫിഷ് സ്ട്രോയിങ് നിങ്ങളിത് കാണാൻ പോവാണ്. ഓക്കെ കണ്ടോളൂ. ഇതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒരു ഇൻട്രോ ഞാൻ തരാം. സോ പൈക്സ് പ്ലേസ് ഓപ്പൺ ചെയ്തത് 1930s ഈ ട്രഡീഷൻ സ്റ്റാർട്ട് ചെയ്തത് 1980s. സോ ഇനീഷ്യലി ഇത് സ്റ്റാർട്ട് ചെയ്തത് പൈക്സ് പ്ലേസിൽ ഒരു വർക്കർ ആസ് എ ഫോം ഓഫ് പ്രാങ്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടമായപ്പോൾ ഇതൊരു ട്രഡീഷനായി. പിന്നെ ഇവിടുന്ന് വരുന്നവരും പോകുന്നവരും ഇത് കാണാതെ പൈക്സ് പ്ലേസിന് പോകാതെയായി. അപ്പോൾ ഇതൊരു ട്രഡീഷനായി. ഇത് പൈക്സ് പ്ലേസിലെ ഫേമസ് പിഗ് ആണ് കേട്ടോ. ഇതിന് തലോടി കഴിഞ്ഞാൽ ഗുഡ് ലക്ക് വരും എന്നൊക്കെയാണ് പറയുന്നത്. ഞാനും പോയി തലോടി കേട്ടോ, എങ്ങാനും ഗുഡ് ലക്ക് കിട്ടിയാലോ. പൈക്സ് പ്ലേസിൽ നമ്മുടെ ആർട്ടിഫാക്ട്സ് മാത്രമല്ല വെജിറ്റബിൾസ് കിട്ടും. അതായത് ഫാമേഴ്സ് മാർക്കറ്റിൽ ഉണ്ടാവില്ല, അതുണ്ടാവും. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ബേക്ക് ചെയ്ത ബ്രെഡ്, നമ്മുടെ ബേക്കിംഗ് സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് മീസം ബേക്കറിയാണ്. ഓക്കെ വെയിറ്റ് മ്യൂസിക് ഓൺ ഫോർ ഫ്രഞ്ച് ബേക്കറി because we are at Le Perrier. ഒരു ഒടുക്കത്തെ ഷുഗർ ടൂത്തായി എനിക്ക് ഇവിടുന്ന് എല്ലാം വാങ്ങിക്കാൻ തോന്നുന്നു. ഒരു തെറ്റാണോ ഗൈസ്? അല്ല ഒരിക്കലുമല്ല. ദിസ് വാസ് ഒടുക്കത്തെ ടെംപ്റ്റിങ് സാധനങ്ങൾ. പിന്നെ ഞാൻ 3 സാധനങ്ങൾ ഒതുക്കി. ഒരു ചോക്ലേറ്റ് ക്രോസോൺ വാങ്ങിച്ചു. പിന്നെ ആ പിസ്സ പോലത്തെ ഒരു സാധനം, അതിൻ്റെ പേരിൻ്റെ അടുത്ത് ചോദിക്കരുത്, എനിക്ക് ഓർമ്മയില്ല.
പിന്നെ ഈ മാക്രോൺ അതും കൂടി ഓർഡർ ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. പക്ഷേ ആക്ച്വലി എനിക്ക് കുറച്ചും കൂടി ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഓവറാവുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്തില്ല. കാരണം നമുക്കും കുറച്ച് കൺട്രോൾ വേണം ഗൈസ്. ഇങ്ങനെ ചിലവാക്കി കളയാനുള്ളതാണോ നമ്മുടെ കാശ്? അല്ലല്ലോ. പക്ഷെ ഒരു ലൈഫേ ഉള്ളൂ എന്നല്ലേ, സാറില്ല, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നടന്നത് കഴിഞ്ഞാൽ പിറോഷ്കിലെത്തി കേട്ടോ. ഇവിടെ എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ എൻ്റെ കണ്ണു പോയത് ബീഫ് ആൻഡ് ഓണിയനൊക്കെയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും ഒരു സാധനം ഓർമ്മ വന്നിട്ടുണ്ട്. യെസ്, അത് തന്നെ. അത് കാരണം കൊണ്ട് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത്. പഫ്സ്. ഇറ്റ് റിമൈൻസ് മീ ഓഫ് പഫ്സ് ആൻഡ് ടേസ്റ്റ് ലൈക്ക് പഫ്സ്. ഒരു ബീഫ് പഫ്സ് കഴിച്ചൊരു ഫീൽ ഉണ്ടാവും. ഓക്കെ, ഈ കാണുന്നതാണ് വേൾഡിലെ തന്നെ ഫസ്റ്റ് സ്റ്റാർബക്സ്. March 13, 1971 കേട്ടോ വേൾഡിൽ തന്നെ ഫസ്റ്റ് സ്റ്റാർബക്സ് സിയാറ്റിൽ വാഷിങ്ടണിൽ ഓപ്പൺ ആവുന്നത്. ഇത് ഫൗണ്ട് ചെയ്തത് ജെറി ബാൽവിൻ, സെവ് സീഗൽ ആൻഡ് ഗോർഡൻ ബോക്കറാണ്. 1980s വരെ ഇതൊരു കോഫി ചെയിൻ ആയിരുന്നില്ല കേട്ടോ. പിന്നെ 1980s ശേഷമാണ് ദിസ് വാസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു കോഫി ഹൗസ് ചെയിൻ. ഇപ്പോൾ ഇത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റാർബക്സ് ആയി. ഇത് നിങ്ങളെ ഈ വ്യൂവും കൂടിയും കാണിക്കാതെ ഞാൻ എങ്ങനെയാണ് പോകുന്നത്? ഇതാണ് സിയാറ്റിലെ ദ ബെസ്റ്റ് വ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഇത് ആക്ച്വലി രാത്രി കാണാൻ ഇതിനായിട്ടും സൂപ്പറാണ് കേട്ടോ. ആ നേരെ കാണുന്നത് സിയാറ്റിൽ വീലാണ്. പിന്നെ ഈ നിരന്ന് കിടക്കുന്നത് വാട്ടർ ഫ്രണ്ട്. വ്യൂ ഇപ്പം മനസ്സിലായില്ലേ ഇതെന്താ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആവാൻ കാരണം എന്ന്. സച്ച് ആൻ അമേസിങ് പ്ലേസ്. നമുക്ക് റെസ്റ്റ് എടുക്കാനും അടിപൊളി വ്യൂ കാണാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത്. And I wanted to show you guys this place, and I think I did pretty well.